20 രൂപയ്ക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. ജനങ്ങൾ ഇഷ്ടം പോലെ കയറി ഇത് കഴിക്കട്ടെ, നല്ല ഭക്ഷണമല്ലേ. സമൃദ്ധി ഹോട്ടലിൽ ഉച്ച സമയത്ത് വലിയ തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ അഡ്വാൻറ്റേജ് 20 രൂപ നോർമൽ മീൽസ് അത് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട്. ആ ഒരു ഇതിൽ എല്ലാവരും വരുന്നു പോകുന്നു. നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ടോ അവിടെ? മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? നല്ല ഫുഡാണ്. എല്ലാ ദിവസവും ഇവിടെ തന്നെ കഴിക്കൽ ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ്. കഴിക്കാൻ സ്ഥിരം വരാറുണ്ടോ? നല്ലുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഇറങ്ങി. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വില കുറവിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരും. പിന്നെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ തരുന്നത്. പ്രത്യേകത വില കുറവ്, ഗുണമേന്മ. ജനകീയ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. സമൃദ്ധി ജനകീയ ഹോട്ടൽ. ആ ജനകീയ ഹോട്ടൽ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ അത്രയും ജനകീയമാണ് ഈ ഹോട്ടൽ എന്ന് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഇങ്ങ தான் வந்தா சாப்பிடுறது ഫുഡ് நல்லா இருக்கு. 20 രൂപ ഭക്ഷണത്തിനുള്ളൂ. സാധാരണക്കാരന് കഴിക്കാൻ പറ്റിയൊരു 20 രൂപയ്ക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല കറിയാണെങ്കിലും നല്ല കറികളാണ്, കുഴപ്പമൊന്നുമില്ല. വൃത്തിയും മെനയുണ്ട്, സഹകരണമുണ്ട്. നമുക്ക് എല്ലാം കൊണ്ടും തൃപ്തിയോടെ കഴിക്കാം. വെളിയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിയും ഏകദേശം 20 രൂപയുടെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഈ കൊച്ചിയിൽ വിറങ്ങ് കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയും റിസ്ക് എടുത്ത് ഇത്രയും ക്യൂവിൽ നിന്ന് നമുക്കത് മേടിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സാമ്പത്തികവും അത് പറഞ്ഞാൽ തീരത്തില്ല. സന്തോഷമുണ്ട്. സാപ്പാട് എപ്പടി ഇருக்கு? നല്ല ജനങ്ങൾ ഇഷ്ടം പോലെ കയറി ഇത് കഴിക്കട്ടെ, നല്ല ഭക്ഷണമല്ലേ, കഴിക്കണം. അത് കഴിച്ച് നല്ല കൂട്ടാൾക്കാർ ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാം. അതുകൊണ്ടാണ് സമൃദ്ധിയിലേക്ക് ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗംഭീരമായ പദ്ധതിയാണ്. കേരളത്തിലാകമാനം ഇത്തരം ജനകീയ ഹോട്ടലുകൾ ഉണ്ടെങ്കിലും പലതും ഇപ്പോൾ സജീവമല്ല. പക്ഷേ ഇവിടെ കൊച്ചിയിൽ സജീവമാണ്, അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു. മാതൃകയാണ് കേരളത്തിലാകമാനം. ഇങ്ങനെ സജീവമായ ജനകീയ ഹോട്ടലുകൾ സാധ്യമാവണം. ജനങ്ങൾക്കത് വലിയ ഉപകാരമാകും. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു.